കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ ആയിരുന്നു പൊതുപരിപാടി കഴിഞ്ഞ് വാഹനത്തിലേക്ക് തിരികെ കയറാൻ പോയ നടൻ മോഹൻലാലിന്റെ കണ്ണിൽ അബദ്ധത്തിൽ മാധ്യമപ്രവർത്തകന്റെ മൈക്ക് കൊണ്ട് കുത്തിയെന്നത്. തിരുവനന്തപുരത്ത് GST ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടൻ. ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവേ ചില ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകർ താരത്തെ വളഞ്ഞു. അറിയാത്ത കാര്യങ്ങൾ വെറുതെയിരിക്കാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയ ശേഷം സംസാരിക്കാമെന്നും മോഹൻലാൽ പറഞ്ഞുവെങ്കിലും മാധ്യമപ്രവർത്തകർ വിടാതെ പിന്തുടർന്നു. അതിനിടയിലാണ് മൈക്ക് നടന്റെ കണ്ണിൽ കൊണ്ടത്. വേദനിച്ച കണ്ണുപൊത്തി പിടിച്ചുകൊണ്ടാണ് മോഹൻലാൽ വാഹനത്തിൽ കയറിയത്. എന്നാൽ ഒരു നിമിഷം പോലും അമർഷമോ രോഷമോ നടൻ കാണിച്ചില്ല. പതിവ് രീതിയിൽ "എന്താ മോനെ കണ്ണല്ലേ" ചോദിക്കുക മാത്രമാണ് ചെയ്തത്. വീഡിയോയിൽ വൈറലായതോടെ വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ വിമർശനം ഉയരുന്നു. ഇപ്പോഴിതാ സംഭവത്തിന്റെ കാരണക്കാരനായ വ്യക്തി നടനെ നേരിട്ട് വിളിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു തരത്തിലും പരാതിപ്പെടാതെ മാപ്പ് പറയാൻ വിളിച്ച വ്യക്തിയെ കൂളാക്കിയും ആശ്വസിപ്പിച്ചുമാണ് മോഹൻലാൽ സംസാരിച്ചത്. "എനിക്കൊരു അബദ്ധം പറ്റിയെന്ന്. കൈ ലോക്കായി പോയതുകൊണ്ടാണ് സംഭവിച്ചതെന്ന്" മാധ്യമപ്രവർത്തകൻ മോഹൻലാലിനോട് പറഞ്ഞു. ഇറ്റ് ഈസ് ഓക്കേ. നോ പ്രോബ്ലം. പുരികത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടു എന്ന് സരസമായി പറഞ്ഞുകൊണ്ട് നടൻ മാധ്യമപ്രവർത്തകനെ ആശ്വസിപ്പിച്ചു. "നോ, നോ, നോ. അതൊന്നും കുഴപ്പമില്ല. നോ പ്രോബ്ലം. കഴിഞ്ഞത് കാര്യമല്ലേ. ഇനിയിപ്പോൾ എന്തായാലും അതിൽ ഒന്നും പറ്റിയില്ലല്ലോ. 5 മണിക്കോ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടാൻ നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഫംഗ്ഷന് കയറുന്നു. അതിനിടെ എന്തിനാണ് ന്യൂസിൽ വന്നതെന്ന് എനിക്ക് അറിയില്ല. അറിയാത്ത കാര്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചപ്പോൾ എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. കുറച്ച് സമയം നമുക്കത് ബുദ്ധിമുട്ടായിപ്പോയി. പുരികത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടു. അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. മാധ്യമങ്ങൾ അങ്ങനെയല്ലല്ലോ. ഒന്നും കിട്ടാതായപ്പോൾ നിങ്ങളെ കയറി പിടിച്ചു. ടേക്ക് കെയർ. ഞാൻ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓക്കേ" എന്ന് പറഞ്ഞ് മോഹൻലാൽ കോൾ അവസാനിപ്പിച്ചു. ലാലേട്ടൻ മാപ്പ് പറഞ്ഞ് സംസാരിച്ചപ്പോൾ സന്തോഷവും സമാധാനവുമായെന്ന് മാധ്യമപ്രവർത്തകൻ കോൾ അവസാനിപ്പിക്കും പറയുന്നതും വൈറൽ വീഡിയോ ഓരോ ക്ലിപ്പിൽ കേൾക്കാം. പൊതുവെ ശാന്തസ്വരൂപനായ മോഹൻലാൽ എത്ര മോശമായ സാഹചര്യത്തിൽ സഞ്ചരിക്കേണ്ടി വന്നാലും ദേഷ്യമോ അമർഷമോ പരാതിയോ പഠിപ്പിക്കില്ല. നടന്റെ പ്രിയപത്നി മുതൽ സഹായികളും സഹപത്നികളും വരെ പറയാവുന്ന കാര്യമാണ്. അത് സത്യമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ നടന്റെ പെരുമാറ്റത്തോടെ പ്രേക്ഷകർക്കും മനസ്സിലായി.